നമ്മളുടെ വിദ്യാർത്ഥികൾ ജീവിക്കുന്നത് ഒരുപാട് പ്രലോഭനങ്ങളുടെ നടുവിലാണ്. വിദ്യാർത്ഥികൾ മാത്രമൊന്നുമല്ല, പൊതുജനങ്ങൾ തന്നെ ജീവിക്കുന്നത് ഒരുപാട് തിന്മകളുടെ നടുവിലാണ്. തിന്മകളൊക്കെ നമ്മളെ ബാധിക്കുന്ന തിന്മകളാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് അവയെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും സ്കൂളിലും വലിയ പ്രലോഭനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുമുള്ള വഴിയിൽ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന കാര്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോഴൊക്കെ വഴിയിൽ വല്ല കാളയോ പശുവോ പോത്തോ ഒക്കെ ഉണ്ടായെന്ന് വരാം. അത് നമ്മളെ ഒന്ന് അല്പം കെയർഫുള്ളാകാനായിട്ട് സഹായിക്കുന്ന, അല്ലാതെ ഇന്നത്തെ മാതിരി കഞ്ചാവോ മദ്യമോ ലഹരി വസ്തുക്കളോ പല വിധത്തിലുള്ള പുതിയ പുതിയ ലഹരി വസ്തുക്കൾ ഒക്കെ ഇതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ഈ വസ്തുക്കൾ കണ്ടും കേട്ടും അതിലേക്ക് ആകർഷിക്കപ്പെട്ടുമൊക്കെ ഇരിക്കുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സ്കൂളിലേക്ക് പോകുമ്പോൾ എത്രയോ പീടികകൾ. പണ്ട് ഒരു പീടിക ഉണ്ടെങ്കിൽ തന്നെ ഒരു ചായപ്പീടിയാണ്. ആ ചായപ്പീടികയിലെല്ലാം വളരെ സുതാര്യമാണ്. അതിന് അടച്ചുറപ്പോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആരാണ് അകത്തുള്ളത്, എന്താണ് അവിടെ നടക്കുന്നത് എല്ലാവർക്കും അറിയാം. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. പുതിയ ആളുകളെ ആരുമില്ല. ഒരാൾ പുതിയത് വന്നാൽ അതെല്ലാവരും അറിഞ്ഞിരിക്കും, പുതിയ ആളാണെന്ന് മനസ്സിലാവും. ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഒരു വ്യക്തി അത് ചിലപ്പോൾ തമിഴ്നാട്ട് ജോലിക്കാരനാവാം, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ജോലിക്കാരനാവാം. അവരുടെയൊക്കെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കുന്നു. ആരാണ് എന്താണ് ഒരു ഐഡിയ ഇല്ല. അവരെങ്ങനെയുള്ളവരാണ് അതും അറിയില്ല. അവരൊക്കെ ഈ വഴികളിൽ ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അവരുടെ കയ്യിൽ പല വിധത്തിലുള്ള മയക്കുമരുന്നുകളുണ്ട്. ഈയിടെ അങ്ങനെ കഞ്ചാവ് വേട്ടയൊക്കെ നടത്തിയതായിട്ട് കേട്ടു. എനിക്ക് തോന്നിയത് അവർ താമസിക്കുന്ന സ്ഥലത്ത് സെർച്ച് നടത്തുന്നതിനേക്കാളൊക്കെ നല്ലത് ട്രെയിനിൽ സെർച്ച് നടത്തുക എന്നുള്ളതാണ്. അവരൊക്കെ ട്രെയിനിലാണ് വരുന്നത്. ഈ സാധനങ്ങളൊക്കെ ഈ ചാക്കുകെട്ടുകളായിട്ട് ട്രെയിനിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ട്രെയിനിൽ സെർച്ച് ചെയ്താൽ ഇവയൊക്കെ പിടിക്കാവുന്നതേ ഉള്ളൂ. എനിക്കങ്ങനെ തോന്നിപ്പോയി. ട്രെയിനിൽ വന്ന് ഇറങ്ങി പിന്നെ അവർ എവിടേക്കാണ് ഒളിപ്പിക്കുന്നതെന്ന് പിടിക്കാൻ പ്രയാസമാണ്. മറ്റേത് ഏതാനും റെയിൽവേ സ്റ്റേഷനുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഇതൊക്കെ പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ചാക്കുകെട്ടായിട്ടാണെന്നാണ് പറയണേ കഞ്ചാവും മറ്റ് ലഹരി സാധനങ്ങളൊക്കെ വരുന്നത്. ഇതെല്ലാം ട്രെയിനിൽ സെർച്ച് ചെയ്യുന്നത് വഴി കണ്ടെത്താവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് അതിന് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാത്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ നല്ല കാര്യം ചെയ്യുന്നുണ്ട്. ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്യുന്നതായിട്ട് പത്രത്തിലൊക്കെ വാർത്ത വന്നു. ധാരാളം സാധനങ്ങൾ എടുക്കുന്നതായിട്ടും വാർത്ത വന്നു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരാശയമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെച്ചത്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ പ്രശ്നങ്ങളാണ്. മൊബൈല്, ഇൻ്റർനെറ്റ്, എല്ലാ തരത്തിലും. ഇത് ഹോസ്റ്റലുകളിലാണെങ്കിലും ഈ ഇൻ്റർനെറ്റിലൂടെ കുട്ടികൾ വേറെ സൈറ്റുകളിലേക്കൊക്കെ കടന്നു പോകുന്നത്. അന്നൊന്നും ഇതില്ല. അന്ന് ലൈംഗിക മേഖലയിലെ ഡിസ്ട്രാക്ഷൻസ് വളരെ കുറവാണ്. ഒരു പുസ്തകമൊക്കെ മോശമായ രീതിയിലുള്ളൊരു പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ അപൂർവമായിട്ടേ കിട്ടുള്ളൂ. ഇന്ന് അങ്ങനെയല്ല.
അത്തരത്തിലുള്ള സാഹിത്യം എന്ന് അതിനെ വിളിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നണില്ല. അതെല്ലാം ഇന്ന് വളരെ സുലഭമാണ്. ഇതെല്ലാം കുട്ടികളുടെ കയ്യിലെത്തുന്നു. ഇതിന് ഏജൻറ്റുമാരുണ്ട്. നല്ല നിലയിൽ അപ്രോച്ച് ചെയ്ത് അവരെ കൈക്കലാക്കിയതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന ഇത്തരം സാഹിത്യമൊക്കെ, വീണ്ടും സാഹിത്യം എന്ന് ഞാൻ ഉപയോഗിച്ച് പോയെന്നുമല്ലോ, വേറെ വാക്ക് എനിക്ക് കിട്ടാത്തത് കൊണ്ട് പറയാണ്, കുട്ടികളിൽ എത്തിച്ചു കൊടുക്കുന്നവർ, ഇവർക്കൊക്കെ എതിരായിട്ട് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇതാണ് എനിക്ക് മാതാപിതാക്കളോടും അധ്യാപകരോടും പറയാനുള്ളത്. മിക്കവാറും സ്കൂളുകളുടെയൊക്കെ തൊട്ടടുത്ത് ഒരു പെട്ടിപ്പീടികയൊക്കെ കാണും. ആ പെട്ടിപ്പീടികകളിൽ ഇന്ന് എല്ലാ സാധനങ്ങളും അവൈലബിളാണ്. ഞാൻ കുട്ടികളോടും അതുപോലെ തന്നെ മറ്റ് അധ്യാപകരോടും, പ്രത്യേകിച്ച് കായിക അധ്യാപകരോടും, എൻ്റെ സ്കൂളിലെ കായിക അധ്യാപകരോടും പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഷാഡോ പോലീസ് അവിടെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. വലിയ സേവനമാണ് ഷാഡോ പോലീസ് ചെയ്യുന്നത് കേട്ടോ. ഇവർ പറഞ്ഞു, ഷാഡോ പോലീസ് അവിടെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങളും നോക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികളൊന്നും അവിടെ പോകാതെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഉള്ള തട്ടുകടകൾ ഇതൊക്കെ പ്രശ്നങ്ങളാണ്, അവിടെയൊക്കെ ശ്രദ്ധിക്കണമെന്നേ. നമ്മൾ അവരോട് തട്ടുകട നടത്തണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല, അവർക്ക് നടത്തിക്കോട്ടെ. നമ്മുടെ കുട്ടികൾ അതിൽ പെട്ടുപോകാതെ നോക്കുക, അത് നമ്മുടെ കടമയാണ്. അത് വേറെ ആരും ചെയ്തു തരില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പോസിബിളാണ്. നമുക്ക് ദൈവം അതിനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സിലാണ് ആ കഴിവ് ഇരിക്കുന്നത്. ജീവനില്ലാത്ത വസ്തുക്കളിലും ജീവനുള്ള മറ്റ് ജീവജാലങ്ങൾ മനുഷ്യനല്ലാതെ ബാക്കിയുള്ളത്, അവരിലൊക്കെ ദൈവം പ്രകൃതിദത്തമായി ഇത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 1-2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കട്ടെ. ഒന്ന് മത്സ്യമാണ്, കടൽ മത്സ്യം. നമുക്കൊക്കെ അറിയാം, കടൽ മത്സ്യം ജീവിക്കുന്നത് കടൽ വെള്ളത്തിലാണ്. കടൽ വെള്ളം നിറയെ ഉപ്പാണ്. ഉപ്പ് വെള്ളത്തിലാണ് ആ കടൽ മത്സ്യം ജീവിക്കുന്നത്. പക്ഷേ ആ മത്സ്യം ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു തരി ഉപ്പ് പോലും കയറില്ല. അത് ചത്തതിന് ശേഷം കടലിൽ കിടന്ന ഉപ്പ് കയറും. പച്ചമീൻ നമ്മൾ വാങ്ങിയാൽ ചത്തതിന് ശേഷം, കടലിൽ നിന്ന് പിടിച്ചതിന് ശേഷം അത് ചത്തുപോയി എന്ന് വിചാരിക്കാം, ചത്തു പോകുമല്ലോ. അതിൽ ആ പച്ചമീൻ എന്ന് നമ്മൾ പറയുന്ന അതിൽ ഉപ്പുണ്ടാവില്ല. പച്ചമീൻ തിന്നുന്നത് ആരാ? പൂച്ചയോട് ചോദിച്ചാൽ പൂച്ച പറയും ഈ മീനിൽ ഉപ്പില്ല എന്ന്. ഉപ്പുണ്ടാകണമെങ്കിൽ അത് നമ്മൾ ഇനി ഇട്ട് കൊടുക്കണം. അത് ചത്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ ആ ഉപ്പ് ആ മീനിൽ പിടിക്കും. അത് ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ആ മീനിൻ്റെ അകത്തേക്ക് ഉപ്പ് കയറില്ല. അതിനുള്ള ഒരു സംവിധാനം ദൈവം ഒരുക്കിയിട്ടുണ്ട് മത്സ്യങ്ങളിലെല്ലാം തന്നെ. മനുഷ്യനിലാണെങ്കിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് സ്വതന്ത്രമായ ഇച്ഛാശക്തി തന്നിട്ടുണ്ട്. ഞാൻ 1-2 ഉദാഹരണം കൂടി പറയാം. അത് ഒന്ന്, കടലിൽ ഐസ് ഫോം ചെയ്യുന്നതാണ്. കടൽ വെള്ളം ഉപ്പാണെന്ന് നമുക്കറിയാം, ഉപ്പുവെള്ളമാണെന്ന് നമുക്കറിയാം. ആർട്ടിക് റീജിയൻ, അന്റാർട്ടിക് റീജിയൻ, അവിടെയൊക്കെ ഈ കടൽ വെള്ളം ഐസായി മാറും. വലിയ ഐസ്ബർഗുകൾ, ഒരു ചെറിയ ദ്വീപിൻ്റെ അത്രയൊക്കെ വലുപ്പമുള്ള ഐസ്ബർഗ് ഉണ്ടാവും. ദ്വീപിൻ്റെ അത്രയും വലുപ്പമുള്ള ഐസ്ബർഗ്. അതിൽ നിന്ന് ഒരു കഷണം ഐസ് അടർത്തിയെടുത്ത് ഒരു ഗ്ലാസ്സിലിട്ട് കുറച്ച് നേരം കീപ്പ് ചെയ്താൽ അത് അലിഞ്ഞ് വെള്ളമാകും. ആ വെള്ളം നിങ്ങളൊന്ന് കുടിച്ചു നോക്കൂ.
അതിലൊരു തരി ഉപ്പുണ്ടാവില്ല. അത് ഉപ്പുവെള്ളത്തിൽ നിന്നാണ് ആ ഐസ് ഫോം ചെയ്തത്. ദൈവം ആ ഐസ് കട്ടയ്ക്ക് അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിന് അത്തരത്തിലുള്ള ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉള്ളപ്പോൾ ഒരു ഓർഡർലി സ്ട്രക്ചറാണത്. ഓർഡർലി ആയിട്ടുള്ളൊരു സ്ട്രക്ചർ. ആ സ്ട്രക്ചറിനകത്ത് ഉപ്പ് കയറില്ല. അത് ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇനിയും ഒരു ഉദാഹരണം കൂടി എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അത് മഴവെള്ളമാണ്. ഞാൻ ക്ലാസ്സിലൊരിക്കൽ ചോദിച്ചൊരു കുട്ടിയോട് മഴവെള്ളം എവിടെ നിന്ന് വരുന്നു എന്ന്. അപ്പോൾ അവൻ മുകളിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് മുകളിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു. അത് ശരിയാണ്, പ്രത്യക്ഷത്തിൽ അത് മുകളിൽ നിന്ന് വരുന്നതാണ്. മുകളിലേക്ക് ഈ വെള്ളം എങ്ങനെ വന്നു? അത് കടലിൽ നിന്ന് വന്ന വെള്ളമാണ്. കടലിൽ നിന്ന് ഉപ്പ് വെള്ളത്തിൽ ഉള്ള ഉപ്പിനെ അവിടെ വെള്ളം ആവിയാകാണ്. ഉപ്പ് വെള്ളമാണ് ആവിയാകുന്നത്. അത് മുകളിൽ പോയി മേഘമായി, അത് മഴയായി താഴോട്ട് വരികയാണ്. അങ്ങനെ താഴോട്ട് വന്നിട്ട് അത് ചേമ്പിലകളിലൊക്കെ നിൽക്കും. പിന്നെ മഴവെള്ളം കളക്ട് ചെയ്തു. നല്ല മഴക്കാലത്ത് ഒരു പാത്രം തുറന്നു വെച്ചാൽ ആ മഴവെള്ളം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അത് കുടിച്ചു നോക്കിയാൽ അതിനകത്ത് ഉപ്പുണ്ടാവില്ല. ആ വെള്ളം ആത്യന്തികമായി വന്നത് എവിടെ നിന്നാണ്? കടലിൽ നിന്നാണ് ആ വെള്ളം വന്നത്. അപ്പോൾ ഈ ആവിയാകുന്ന സമയത്ത് ഉപ്പിൻ്റെ അംശം ആ ആവിയുടെ കൂടെ പോരുന്നില്ല, അതവിടെ തന്നെ കിടക്കുകയാണ്. ആ കടലിലെ മാലിന്യങ്ങൾ മുഴുവൻ, ഉപ്പ് മാത്രമല്ല, അനേകായിരം വസ്തുക്കൾ മാലിന്യങ്ങളായിട്ട് ആ കടലിൽ കിടക്കുന്നുണ്ട്. അതൊന്നും തന്നെ ഈ നീരാവിയുടെ കൂടെ വരുന്നില്ല. ആ നീരാവി അവയെല്ലാം ഉപേക്ഷിച്ച് ആണ് കയറി വരുന്നത്. ഇത് നമുക്ക് കഴിയണം. എന്നിട്ട് ഒന്നുകൂടി പറയട്ടെ, പണ്ട് കാലത്തൊക്കെ ഡിസ്റ്റിൽഡ് വാട്ടർ ഒന്നും കിട്ടില്ല. ഇന്ന് ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് കിട്ടും. കുപ്പിവെള്ളം ഡിസ്റ്റിൽഡ് വാട്ടർ അല്ല കേട്ടോ. കുത്തിവെക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം അത് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. പണ്ട് മഴക്കാലത്ത് കണ്ണിക്കേട് വരും. കണ്ണിക്കേടെന്ന് അതിന് പറയാം, റെഡായി. അപ്പം അതിൽ ആ കണ്ണിക്കേടിന് ഒരു മരുന്ന് ഉപയോഗിക്കുക. ഏതോ ഒരു പൂവ്, നന്ദ്യാർവട്ടമാണെന്ന് തോന്നുന്നു, അതിൻ്റെ പൂവ് വെള്ളത്തിൽ ഇടുക. അഴുക്കില്ലാത്ത വെള്ളം. കിണറ്റിലെ വെള്ളം അഴുക്ക് ഉള്ളതാണ്, ഉറവ് വെള്ളമാണ്. അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ടാവും, ഒരുപാട് മിനറൽസ് അതിനകത്തുണ്ടാവും. അപ്പോൾ മഴവെള്ളമാണ് അതിനെടുക്കുക. മഴവെള്ളം നേരിട്ട് കുടിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അത് താഴോട്ട് വരുമ്പോൾ പല വസ്തുക്കളും അതിനകത്ത് അലിഞ്ഞു ചേരും. വിഷവാതകങ്ങളൊക്കെ ഉണ്ടാവാം. ആ വാതകങ്ങളുടെയൊക്കെ സാന്നിധ്യം കൊണ്ടാണ് അത് കുടിക്കരുതെന്ന് പറയുന്നത്. എന്നാൽ എനിക്ക് തോന്നുക ഇപ്പോൾ നമ്മൾ പുഴയിൽ നിന്നൊക്കെ കുടിക്കുന്ന വെള്ളത്തിനേക്കാൾ വളരെ ഭേദമാണ് ഈ മഴവെള്ളം എന്ന്. നമ്മൾ മഴവെള്ളം ശേഖരിച്ച് അരിച്ച് കുടിക്കുന്നുണ്ട്. അന്ന് ആ സംവിധാനവുമില്ല. ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം വന്ന് വീഴും, മഴവെള്ളം. കുറച്ച് വെള്ളം അവിടെ ശേഖരിക്കും. കാറ്റടിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കൂടുതൽ ശേഖരിക്കുമ്പോൾ അത് താഴോട്ട് പോകും. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന പൊടിയെല്ലാം പോകും. പിന്നെ ശേഖരിക്കുന്ന വെള്ളം അത് നല്ല പ്യുവർ വാട്ടറായിരിക്കും. ആ വെള്ളത്തിലാണ് ഈ പൂവിട്ട് വയ്ക്കുക, പിറ്റേ ദിവസം കണ്ണിലൊഴിക്കാനായിട്ട്. പണ്ടത്തെ കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമുക്ക് റെഡിമെയ്ഡ് മരുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് വേറെ ഒന്നുമല്ല, ആ വെള്ളം ശുദ്ധമായ ജലമാണ് എന്നുള്ളതാണ്. അഴുക്കുകളെയെല്ലാം അവിടെ വിട്ടുകളഞ്ഞിട്ടാണ് ആ വെള്ളം ആവിയായത്. അഴുക്കുകളെയെല്ലാം വിട്ടുകളഞ്ഞിട്ടാണ് ആ വെള്ളം ഐസായത്. അഴുക്കുകളെ ഒന്നും അബ്സോർബ് ചെയ്യാതെയാണ് ആ മത്സ്യം കടലിൽ ജീവിക്കുന്നത്. ഇതൊക്കെ ദൈവം കൊടുത്തിട്ടുള്ള പ്രത്യേകതകളാണ്.
അശുദ്ധി ഒന്നും ഇവയിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള പ്രത്യേകതകളാണ്. എന്നാൽ മനുഷ്യൻ്റെ കേസിൽ അങ്ങനെയല്ല. അവൻ്റെ ചുറ്റും ധാരാളം തിന്മകളുണ്ട്, ധാരാളം നന്മകളുണ്ട്. തിന്മകളാണ് ഇപ്പോൾ കൂടുതൽ. ആ തിന്മകളോടൊക്കെ നമുക്കൊരു ആകർഷണം ഉണ്ടാകും. കാരണം ആ വസ്തുക്കൾക്ക് നമ്മളുമായി റിയാക്ഷനുണ്ട്. ഓരോ വസ്തുവും അതിൻ്റേതായിട്ടുള്ള റേഡിയേഷൻസ് കൊടുക്കുന്നുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് ഹീറ്റ് റേഡിയേഷൻസ് എങ്കിലും കൊടുക്കുന്നുണ്ടാവും. 0 ഡിഗ്രിയിലുള്ള ഒരു ഐസ് കട്ട അതിൻ്റെ ചുറ്റുപാടും 0-നേക്കാൾ താഴെയാണെങ്കിൽ ആ 0 ഡിഗ്രിയിലുള്ള ഐസ് കട്ട പോലും ചുറ്റുപാടിലേക്ക് ഹീറ്റ് റേഡിയേഷൻസ് കൊടുക്കും. അവിടെ നിന്ന് റേഡിയേഷൻ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ചുറ്റുപാടിലിരിക്കുമ്പോൾ ആ ചുറ്റുപാടിൽ നിന്നും പലതും സ്വീകരിക്കുകയും ആ ചുറ്റുപാടുകളിലേക്ക് പലതും കൊടുക്കുകയും ചെയ്യുന്നുണ്ടാവും. ചൂട് മാത്രമൊന്നുമല്ല. എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് ശാസ്ത്രം ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഓരോ ജീവിയും അങ്ങനെ ചെയ്യുന്നുണ്ട്. പുതുമഴ പെയ്യുമ്പോൾ നമുക്ക് പുതുമണ്ണിൻ്റെ ഒരു മണം വരുന്നില്ലേ? അതെന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മണ്ണിനകത്ത് ഒരുപാട് ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന ഒരു പ്രത്യേക കെമിക്കലിൻ്റെ മണമാണ് വരുന്നത്. ജീവികളൊക്കെ പരസ്പരം അത്തരത്തിലുള്ള കെമിക്കലുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഫെറോമോൺസ് എന്നാണ് അതിന് പേര് പറയുക. അതിലൂടെയാണ് ആ ജീവികൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാ വസ്തുക്കളും ഇതുപോലെ റേഡിയേഷൻസ് കൊടുക്കുന്നുണ്ട്. ഒരു റേഡിയോ ആക്റ്റീവായിട്ടുള്ള വസ്തു റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ കൊടുക്കുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അതുപോലെ അപ്പോൾ അതിൻ്റെ അടുത്തിരുന്നാൽ നമുക്കത് കിട്ടുമല്ലോ. ഇതുപോലെ തന്നെയാണ് ചുറ്റുമുള്ള ഈ തിന്മകളുടെയൊക്കെ നടുക്കിരിക്കുന്ന നമുക്ക് ഈ റേഡിയേഷൻസ് എല്ലാം കിട്ടും. ഈ തിന്മകളുടെയൊക്കെ ഇൻഫ്ലുവൻസ് നമ്മളിലുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ആ തിന്മയിലേക്ക് പോകാൻ ഒരു ആകർഷണം ഉണ്ടാകുന്നത്. നമ്മൾ അതിനെ മനഃപൂർവ്വം ഇൻഹിബിറ്റ് ചെയ്യണം, തടസ്സപ്പെടുത്തണം. ഒരു കാരണവശാലും അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ മനസ്സിലാണ് അതിൻ്റെ താക്കോല്. നമ്മളാണ് അതിൻ്റെ വിധികർത്താവ്. ജഡ്ജ്. ഞാൻ നിശ്ചയിക്കുകയാണ് ഇത് എൻ്റെ ശരീരത്തിൽ മനസ്സിൽ കടക്കാൻ പാടില്ല. അങ്ങനെ ബോധപൂർവം അകറ്റി നിർത്തണം. ഒരു മത്സ്യത്തിന് ആ കടലിലുള്ള അഴുക്കുകൾ അകറ്റി നിർത്താൻ കഴിയുന്നത് ദൈവം കൊടുത്ത കഴിവുള്ളതുപോലെ നമ്മുടെ മനസ്സിന് ആ കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അത് മനസ്സ് നമ്മൾ ഉപയോഗപ്പെടുത്താം. അങ്ങനെ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് നമുക്ക് കഴിയണം. പലപ്പോഴും നമുക്ക് അത് സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളതിൽ വീണു പോവുകയാണ്. ഞാനതുകൊണ്ട് പറയും, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചെറുപ്പത്തിലെ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യണം. നമ്മൾ വിചാരിക്കുന്നത് സ്കൂളിലെ എഡ്യൂക്കേഷനാണ് ഔപചാരികമായ എഡ്യൂക്കേഷൻ. അത് ശരി, ഔപചാരികമായ എഡ്യൂക്കേഷൻ അതാണ്. വീടുകളിൽ നിന്ന് കിട്ടുന്നത് അനൗപചാരികമായ എഡ്യൂക്കേഷനാണ്. സ്കൂളുകളിലും അനൗപചാരികമായ എഡ്യൂക്കേഷൻ കൊടുക്കണം. മാതാപിതാക്കളിലൂടെ ഭവനങ്ങളിലും അധ്യാപകരിലൂടെ സ്കൂളുകളിലും ഈ വിദ്യാഭ്യാസം ലഭിക്കണം. അതുപോലെ പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കുകളിലുമൊക്കെ ജനങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ആണ് അവരെ അനൗപചാരികമായ ഇത്തരം വിദ്യാഭ്യാസമാണ് അവർക്ക് നൽകേണ്ടത്. അതിലൂടെ എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്? മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള നേട്ടമാണ് ഉണ്ടാക്കുന്നത്.
ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള നേട്ടം ഔപചാരികമായ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കാൻ കഴിയില്ല. ഔദ്യോഗികമായ വിദ്യാഭ്യാസം നന്മ ചെയ്യണമെങ്കിൽ ഈ അനൗദ്യോഗികമായ വിദ്യാഭ്യാസത്തിലൂടെ നന്മ നമ്മളിൽ കൈവരണം. അങ്ങനെ നമ്മൾ നന്മ ചിന്തിക്കുകയും നന്മ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ചുറ്റും നന്മയുടെ ഒരു മണ്ഡലമുണ്ടാകും. ഒരു ബൾബ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ചുറ്റും ഒരു പ്രകാശമണ്ഡലമുള്ളതുപോലെ നാം നന്മ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നമുക്ക് ചുറ്റും ഒരു പ്രകാശമണ്ഡലമുണ്ടാകും. ആ മണ്ഡലത്തിലിരിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവ് ടച്ച് കിട്ടും, ഒരു പോസിറ്റീവ് ഇൻപുട്ട് കിട്ടും. ഇത് ഞാനൊരു ഉദാഹരണം, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ്റെ മനസ്സിലേക്ക് തരുന്ന ഒരു ഉദാഹരണം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മൊബൈൽ പെട്ടെന്ന് ശബ്ദിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളൊന്നും ചെയ്തിട്ടല്ല. ആ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേതോ വേവ്സ് വന്ന് പെട്ടതാണ്. റേഡിയോ വേവ്സ് വന്നതാണ്. ഈ റേഡിയോ വേവ്സ് ബോധപൂർവം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്നതാണ്, ഒരു ടവറിൽ നിന്ന് വിടുന്നതാണ്. ഇതുപോലെ നമ്മളും ഓരോ ടവറാണ്. നല്ലത് ചിന്തിക്കുമ്പോൾ നല്ല തോട്ട് വേവ്സ് ഉണ്ടാവും. ചീത്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ചീത്ത തോട്ട് വേവ്സ് ഉണ്ടാകും. നമ്മളും ഒരു മൊബൈലുമാണ്, ഒരു ട്രാൻസ്മിറ്റിംഗ് ടവറുമാണ്. നമുക്ക് സ്വീകരിക്കാനുള്ള കഴിവുണ്ട്, നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള, ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. നമുക്ക് ഒരു സെലക്ഷൻ ഇല്ല. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ അങ്ങനെ ഒരു മോഡിലിടാം. നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ അത് സൈലൻറ്റിലിടാം. അങ്ങനെയൊക്കെ പല മോഡുകളും നമുക്ക് സ്വീകരിക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനെയും നമുക്ക് പല മോഡുകളിൽ സൂക്ഷിക്കാൻ കഴിയും. അനാവശ്യമായതൊന്നും നമ്മുടെ അടുത്തേക്ക് വരാത്ത വിധത്തിലുള്ള മോഡിൽ മനസ്സിനെ സൂക്ഷിക്കുക. അതെപ്പോഴാണ്? നമ്മുടെ മനസ്സ് ദൈവോന്മുഖമാകുമ്പോൾ ഇതൊന്നും കടന്നു വരില്ല. അതൊരു സേഫ്റ്റി വാൽവാണ്. ദൈവിക ചിന്തകൾ ഒരു സേഫ്റ്റി വാൽവാണ്. ആ ദൈവിക ചിന്തകൾ ഉണ്ടാകുമ്പോൾ അന്ധകാരം കടന്നു വരില്ല. കാരണം ദൈവിക ചിന്തകൾ പ്രകാശമാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. ലോകത്തിൻ്റെ ഇരുട്ട് അകറ്റുന്ന പ്രകാശമാണ്. എവിടെ യേശു ഉണ്ടോ അവിടെ പ്രകാശമുണ്ട്. അവിടെ ഇരുട്ടിന് പ്രവേശിക്കാനായിട്ട് കഴിയുകയില്ല. എവിടെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ, ഏത് മനസ്സിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെ ഒന്നും ഇരുട്ട് പ്രവേശിക്കുകയില്ല. നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് തന്നിട്ടുള്ള സഹായകൻ അത് യേശുവിൻ്റെ പരിശുദ്ധാത്മാവുമാണ്. അവർ നമ്മളിൽ നിന്ന് പോകാതെ നോക്കിയാൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കും. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.